വെക്കേഷനായിട്ട് ആരും കളിക്കാനില്ല. അപ്പോൾ ഒരു വെക്കേഷൻ തന്നു എന്ന് വെച്ച് കളിക്കാനും ആരുമില്ല, ഒരു പണിയില്ല. എൻ്റെ തള്ളച്ചിയല്ലേ ഇല്ല വരുന്നത്, ഇപ്പം തുടങ്ങും. വേറെ പണിയൊന്നുമില്ല, എപ്പോഴും വെളിയിലാണോന്ന് പറഞ്ഞു. നമ്മളെ മക്കളല്ലേ അത്. മോളെ സുഖാണോ? മോളെ പഠിക്കാനൊന്നും ഇല്ലേ? മോളെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നാ മതിയോ? എത്രാം ക്ലാസ്സിലാ? അമ്മാവേ ഞാൻ 7-ലോട്ട്. 7-ലായില്ലേ മോളെ? നമ്മളൊക്കെ 7-ാം ക്ലാസ് തൊട്ടേ ജോലി ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴത്തെ പിള്ളേർ ജോലിയില്ല, കൂലിയും ഇല്ല, ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക. അമ്മാമേ 7-ലായല്ലോ ഉള്ള അമ്മാമേ, അതൊക്കെ പണ്ടത്തെ കാലല്ലേ, ഇപ്പം പുതിയ കാലമാണ്, 2K കിഡ്സ്. എന്തോ വാഴക്ക കിഡ്സ് ആയാലും ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ സമയം പോ. അരവിന്ദല്ലേ ആ പോന്നേ? കുറേ നാളായല്ലോ കണ്ടിട്ട്. എടാ അരവിന്ദ അവിടെ നില്ല. മതി മതി, ചാട്ടമൊക്കെ മതി, വലുതായി വരിക. അവിടെ അടങ്ങി ഒടുങ്ങിയിരുന്നാ മതി എവിടെങ്കിലും. മാമ്പോ അയ്യേ ഭയങ്കര വെളച്ചില്. അമ്മാവ ഒന്ന് പോയേ, അതെൻ്റെ ഫ്രണ്ടാ. അവൻ കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങൾക്കറിയാം. അത് മാത്രമല്ല അവരുടെ കസിനും കൂടെ. അമ്മാവയ്ക്ക് വല്ല പ്രശ്നമുണ്ട്? അമ്മാമ്മയുടെ തലയിലല്ലോ ഞാൻ കയറിയിരുന്നത്. അമ്മാമ്മയെ ഞാൻ വിളിച്ചതും ഇല്ല. അമ്മയുടെ പണി ഇറക്കി അങ്ങ് പോയാൽ മതി. വിളിച്ചോട്ടൊക്കെ മതി. എങ്ങനെയാ ശരിയാവുന്നത്? തറുതലല്ലേ പറയത്തോളൂ. വളർത്തു ദോഷം. നമ്മുടെയൊക്കെ കാലം ഉണ്ടല്ലോ മനുഷ്യരെ, പുറത്തു പോലും ഇറക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ എന്ത് വാങ്ങും? പിന്നെ അത് ഇച്ചിരി ആട്ടം കൂടുതലാ നിനക്ക്. ആ വീട്ടിലങ്ങനെ പോയൊരു മൂല പോയി ഒതുങ്ങിയിരിക്കും. അല്ലെങ്കിൽ ഈ വീട്ടിൽ പോയി വല്ല സഹായിച്ചൊക്കെ കൊടുക്ക്. പാത്രം കഴിവാനും തുണി കഴിവാനൊക്കെ കാണും. അല്ലെങ്കിൽ പോയി വല്ലതും പടി. പിന്നാടി അങ്ങ് ഇറങ്ങിയേക്കിയ അതെങ്ങനാ പറഞ്ഞങ്ങ് വിട്ടിരിക്കുകയല്ലേ അയച്ചങ്ങ്. എൻ്റെ പൊന്നമ്മാമ ഞെട്ടി ഞാൻ ചോദിക്കാനും പറഞ്ഞിട്ടില്ല, പറയാനും വന്നിട്ടില്ല. എടാ നീ പോകണ്ട കേട്ടോ, നമുക്ക് 2 പേരും കളിക്കാം. ഇപ്പോൾ വെക്കേഷനാണ്, നമുക്ക് സ്വാതന്ത്ര്യം തരേണ്ട സമയമാണ്. ഞങ്ങൾക്ക് കളിക്കാനായിട്ട് ആരുമില്ല. കളിക്കുന്നവരുടെ കൂടെ കളിച്ചോട്ടെ. അമ്മാമ്മയുടെ കൂടെ ഞങ്ങൾ കളിക്കാൻ വന്നില്ലല്ലോ. അമ്മാമ അടങ്ങി ഇരുന്നാൽ മതി. സം പീപ്പിൾസ്, ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവാം. ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം. ഒരുപാട് നമുക്ക് ആർക്കും വേണ്ട കേട്ടോ. പറയുന്നവരോടൊന്ന് പറയട്ടെ, നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാം. ഞാനങ്ങനെ പറഞ്ഞു എന്നും വെച്ച് മാതാപിതാക്കൾ പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കരുത് കേട്ടോ. അത്യാവശ്യമൊക്കെ നമുക്ക് അനുസരിക്കാം, പറ്റുന്നതാണേ ചെയ്യാം. ബൈ. എക്സ്പ്ലോർ മീ.